കേരള പോലീസിന് കയ്യടി നേടിക്കൊടുത്ത 2 അറസ്റ്റുകളായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. അതായത് അർജുൻ ആയങ്കിയും പിന്നെ ടി.ജി. മോഹൻദാസും. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി കേരള പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ചതിന് അർജുൻ ആയങ്കി അറസ്റ്റിലായപ്പോൾ ജന്തർ മന്ദറിലെ വനിതകളെ അല്ലെങ്കിൽ സ്ത്രീകളെ സമരം ചെയ്യാനെത്തിയ സ്ത്രീകളെ അധിക്ഷേപിച്ചതിനുള്ള രീതിയിൽ വീഡിയോ ചെയ്തതിനാണ് ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരാളെ അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ടി.ജി. മോഹൻദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, ഇത്രയും ദിവസമായി, ജൂലൈ 24-നെങ്ങാണ്ട് പരാതി നൽകിയിട്ടും ഓഗസ്റ്റ് 9 വരെ ഇത്രയും ദിവസമായിട്ടും അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തു, പിന്നാലെ വൈകിട്ടാകുമ്പോഴേക്കും രണ്ടാമത്തെ ആളെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തപ്പോൾ കേരള പോലീസിന് മിടുക്കരാണെന്നുള്ള രീതിയിലൊക്കെയുള്ള പരാമർശങ്ങൾ വന്നു. പക്ഷേ അതിന് പിന്നാലെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ടി.ജി. മോഹൻദാസിന് ജാമ്യം കിട്ടുന്നു. കാരണം എന്താണ്, നേരത്തെ നോട്ടീസ് നൽകാത്തത് എന്തുകൊണ്ട് എന്നാണ് കോടതി ചോദിച്ചു. കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നോട്ടീസ് നൽകിയില്ല എന്നൊരു ചോദ്യം കോടതി ചോദിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസം പരാതി കിട്ടിയിട്ട് ഇത്രയും ദിവസം അറസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടും പുള്ളിയാണെങ്കിൽ ഒളിവിൽ പോവുക അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഇത്രയും ദിവസം വൈകിട്ടും ഒരു നോട്ടീസ് കൊടുക്കാനോ ഒന്നിനും തയ്യാറായില്ല. ഇപ്പോൾ ടി.ജി. മോഹൻദാസിന്റെ വക്കീൽ വാദിച്ചത് എന്താണെന്ന് വെച്ചാൽ, നോട്ടീസ് നൽകിയിരുന്നെങ്കിൽ ഈ വീഡിയോ നീക്കം ചെയ്തേനെ എന്നുള്ള ഒരു അങ്ങനെയാണ് അവർ വാദിച്ചത്. അപ്പോൾ കോടതി ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു, എന്തുകൊണ്ട് നോട്ടീസ് നൽകിയില്ല എന്ന്. പിന്നെ ജാമ്യം കൊടുക്കുകയും ചെയ്തു. കാരണം ദുർബലമായ വകുപ്പുകൾ ചുമത്തിയാണോ അല്ലെങ്കിൽ ടി.ജി. മോഹൻദാസിന് ജാമ്യം കിട്ടാനുള്ള രീതിയിലാണോ ഇവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്? അപ്പോൾ അതൊരു ആഭ്യന്തരമന്ത്രി എന്ന് പറയാൻ പറ്റില്ല, ആഭ്യന്തര വകുപ്പിന്റെ ഒരു വീഴ്ചയായിട്ട് കാണാൻ പറ്റില്ലേ? അല്ല, വീഴ്ചയായിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് ഒരു വീഴ്ചയാണെന്നൊന്നും പറയാൻ കഴിയില്ല. നമുക്കറിയാമായിരുന്നു മോഹൻദാസിന് ഒരിക്കലും ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കേണ്ട ഒരു സ്ഥിതിയൊന്നുമില്ല. അദ്ദേഹം കൊലക്കുറ്റം ചെയ്ത ആളൊന്നുമല്ല, അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റമൊന്നും ചെയ്ത ആളോ അങ്ങനെ ഒരു കേസോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇത്തരം ഒരു നിലപാട്, അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അത് ഇത്രയും വേഗം കിട്ടി എന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ. നോട്ടീസ് നൽകിയില്ല എന്ന് പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ആ വിഷയത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വീഴ്ചയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ആഭ്യന്തരമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പത്രസമ്മേളനത്തിൽ, ആവശ്യമുള്ള സമയമെടുത്ത് വേണ്ട രീതിയിൽ പോലീസ് അത് കൈകാര്യം ചെയ്തോളും. ഈ ആങ്കിനെ പിടിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രി പത്രസമ്മേളനം നടത്തി പിടികൂടി എങ്ങനെ ഉണ്ടാവും, ഇനി വെല്ലുവിളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഗുണ്ടകൾക്കെല്ലാം ഒരു താക്കീതാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ചോദ്യം വന്നത് ടി.ജി. മോഹൻദാസിനെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വൈകിട്ടാകുമ്പോഴേക്ക് അപ്പം എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, പോലീസ് അത് കൃത്യമായിട്ട്, പോലീസിന് പരാതി കിട്ടിയിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്, കൃത്യമായിട്ട് അത് അവർ നോക്കി ചെയ്തോളും എന്നാണ് പറഞ്ഞത്. അപ്പൊ കൃത്യമായിട്ട് നോക്കി ചെയ്യുമ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് ജാമ്യം ലഭിക്കാവുന്ന ഒരു തരത്തിൽ ചെയ്തതാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതിനുള്ള സാധ്യതയൊന്നുമില്ല. ഇതിപ്പോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൊലക്കുറ്റമോ അല്ലെങ്കിൽ അർജുൻ ആയങ്കിയെ പോലെ ഒന്നിലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടിരുന്ന ആളോ ഒളിവിൽ പോയ വ്യക്തിയൊന്നും അല്ലല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പിന്നെ അദ്ദേഹം ചെയ്ത ഒരു കാര്യം, അല്ലെങ്കിൽ എടുത്തു പറയേണ്ടത് എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു പരാമർശം നടത്തുന്നു. ജന്തർ മന്ദറിൽ സമരം ചെയ്ത പെൺകുട്ടികളൊക്കെ ബലാത്സംഗം ഇഷ്ടപ്പെട്ട് അവിടെ പോയവരാണ് എന്ന് പറയുന്നു. അതൊരിക്കലും സംസാരിക്കുമ്പോൾ പോലും പൊളിറ്റിക്കലി കറക്റ്റ്നെസ് നോക്കി സംസാരിക്കുന്ന ഒരു സമയമാണിത്. ആ ഒരു സമയത്ത് അത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ RSS അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ തള്ളുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു BJPയിലെ പല നേതാക്കളും അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് നിലപാടെടുത്തത്. അത് എന്തിന്റെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം സമരം നടന്നത് കേന്ദ്ര സർക്കാരിനെതിരെയും BJPക്കെതിരെയും ആണെന്ന് പറയുമ്പോഴും അത് സമരമാണ്, ജനാധിപത്യ രീതിയിലാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞത്, എന്റെ കയ്യിലായിരുന്നു, സമരത്തിനെ നിയന്ത്രിച്ചത് ഞാനായിരുന്നെങ്കിൽ വെടിവെച്ച് കൊല്ലുമായിരുന്നു, കർഫ്യൂ പ്രഖ്യാപിക്കുമായിരുന്നു, ആളുകളെല്ലാം കൊന്നെടുക്കുമായിരുന്നു എന്ന് പറയുന്നത് ഒരു വശത്ത്. മറുവശത്ത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യം, സമരം ചെയ്യാൻ പോകുന്നവരൊക്കെ പെൺകുട്ടികളൊക്കെ ബലാത്സംഗം ചെയ്യാൻ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അതിനോട് പോയി എന്നാണല്ലോ. അവിടെ കൂട്ടബലാത്സംഗം നടക്കുമായിരുന്നു, പക്ഷെ അതിനൊരു പരാതി ഉണ്ടാവില്ല. കാരണം ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് അവിടെ ഒത്തുകൂടിയ സ്ത്രീകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സമരം ചെയ്യുന്ന സ്ത്രീകളെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നു. ഞാൻ പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയും BJPക്കെതിരെയും തന്നെയാണ് സമരം നടന്നത് എന്ന് വെച്ച് കേരളത്തിലെ BJPയുടെ നേതാക്കൾ RSS തള്ളിയ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് അദ്ദേഹം RSSുമായിട്ടാണല്ലോ BJPയുടെ വക്താവ് എന്ന് പറയാറില്ല, RSSന്റെ വക്താവ് എന്നാണ് സാധാരണ അദ്ദേഹത്തെ പറയാറ്. അപ്പോ അദ്ദേഹത്തെ BJPയിലെ നേതാക്കൾ എന്തിനാണ് ചേർത്ത് പിടിക്കുന്നത്? ഇവിടെ രാഷ്ട്രീയമായി എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം ഇപ്പൊ വേണമെങ്കിൽ ആരോപിക്കാം. UDF ആയിട്ട് കുത്തിപ്പൊക്കി കൊണ്ടുവന്നൊരു കേസല്ല. അദ്ദേഹം പോസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം തന്നെ പങ്കുവച്ച വീഡിയോയിൽ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടുന്നത്, പരാതി കിട്ടുന്നത്. അല്ലാതെ വെറുതെ ഇപ്പൊ ഒരു RSSകാരനെ പിടിച്ച് അകത്തിടാമെന്ന് കരുതി ആഭ്യന്തര വകുപ്പോ പോലീസോ
ചമച്ച ഒരു കേസല്ല. എന്നിട്ടും BJP-യിലെ നേതാക്കൾ എന്തിനാണ് ഇദ്ദേഹത്തെ സ്തുതി പാടുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാകുന്നില്ല. അതിനിടയ്ക്ക് കണ്ടൊരു വീഡിയോ ആണ്. കാരണം ഈ സ്ത്രീകളെയാണ് അപമാനിച്ചിരിക്കുന്നത്. അത് ഏത് സ്ത്രീയാണെങ്കിലും അത് അങ്ങനെ ഒരു സംസാരം ഉണ്ടായതിന് അതിനെ എതിർത്താണ് സാധാരണ സ്ത്രീകൾ സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുക. പക്ഷെ ഇന്നലെ കണ്ടത് TG മോഹൻദാസിന് അനുകൂലമായിട്ട് പ്രസ്താവനകൾ ഇറക്കുന്നതും വനിതകൾ ഉൾപ്പെടെ പിന്നെ സമരത്തിന്റെ ഇടയ്ക്ക് പോലീസ് വാഹനങ്ങൾ തള്ളി നീക്കുന്നതും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കണ്ടത്. കാരണം TG മോഹൻദാസിന് അനുകൂലം, സ്ത്രീകളെ അധിക്ഷേപത്തിനെ കുറിച്ച് അവർക്കൊന്നും പറയാനില്ല. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അല്ല, സ്ത്രീപക്ഷ നിലപാടാണ് എന്ന് പറയുന്ന ആളുകൾ, ഞങ്ങളുടെ നിലപാട് എപ്പോഴും സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്ന് പറയുന്ന ആളുകൾ, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന, സ്ത്രീകളുടെ നവോത്ഥാനത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്ന, നിരന്തരമായി പറയുന്ന ആളുകളൊക്കെ തങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും നിലപാടുകളൊക്കെ മാറുന്നുണ്ട്. സ്ത്രീപക്ഷ നിലപാടുകളല്ല. ഇപ്പോ ഇവിടെ ഉദാഹരണത്തിന്, അല്ലെങ്കിൽ അത് തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയുന്ന വിഷയവുമല്ല, ജാൻമണി നരേന്ദ്രമോദിയുടെ മാതാവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയപ്പോൾ എന്തെല്ലാം രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവരും ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ മാതാവും ഒരു സ്ത്രീയാണ്, അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നമായത്. മറുവശത്ത് രാജ്യത്ത് സമരം ചെയ്ത ഒന്നിലധികം സ്ത്രീകളുടെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന്, അല്ലെങ്കിൽ സമരം ചെയ്ത സ്ത്രീകളെ മുഴുവൻ അടച്ചാക്ഷേപിച്ച ആളിനെ പിന്തുണയ്ക്കുമ്പോൾ അവിടെ എന്ത് രാഷ്ട്രീയ മൂല്യമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പം രാഷ്ട്രീയമായിട്ട് എന്റെ അതേ ആശയമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന അതേ ആശയത്തോടും ഐഡിയോളജിയിലും വിശ്വസിക്കുന്ന ആളാണെന്ന് പറയുമ്പോഴും തെറ്റ് പറഞ്ഞാലോ അല്ലെങ്കിൽ മോശമായ കാര്യം പറഞ്ഞാലോ അതിനെ തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനും രാഷ്ട്രീയ നേതാക്കൾ, അപ്പൊ ഏത് പാർട്ടി ആയാലും അത് അംഗീകരിക്കുകയും പഠിക്കുകയും വേണം. ശരി, ഓക്കെ. ഞാൻ വേറൊരു കാര്യം, നമ്മൾ സംസാരിച്ചു വന്നത് ഇങ്ങനെ ഇത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണോ എന്നുള്ള, അല്ലെങ്കിൽ പോലീസിന്റെ വീഴ്ചയാണോ എന്നുള്ളൊരു കാര്യമാണ് സംസാരിച്ചത്. കാരണം അർജുൻ ആയങ്കിയെ ഒരിക്കലും പുറത്തിറങ്ങരുത് എന്നുള്ള രീതിയിൽ പൂട്ടിടുന്നു. കാരണം കാപ്പ കേസ് അടക്കം ചുമത്താനുള്ള, കാപ്പ വകുപ്പ് അടക്കം ചുമത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതായത് ഒരു കേസ് ഒഴിയുമ്പോൾ മറ്റൊരു കേസ് എന്നുള്ള രീതിക്ക് തുരിതരാ കേസുകൾ കൊടുക്കുന്നു. അതിൽ അങ്ങനെ ജാമ്യം കിട്ടുകയാണെങ്കിലും അടുത്ത കേസിൽ അകത്ത് തന്നെ കിടക്കണം എന്നുള്ള രീതിയിലാണ് പോലീസ് നീങ്ങുന്നത് എന്നാണ് അറിഞ്ഞത്. അതേപോലെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ, ഈ TG മോഹൻദാസിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു അത്രയൊരു വേണ്ട രീതിയിലുള്ള ഒരു കൊടുത്തില്ല എന്നുള്ളതല്ലേ തോന്നുന്നത്? അതാണ് അതിപ്പോ രണ്ട് രീതിയിലാണ്. ഒന്നെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കേസ് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കാമോ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ ബലപ്പിച്ച് കേസ്, പോലീസ് എത്ര ബലമുള്ള വകുപ്പുകൾ, അതായത് രാഷ്ട്രീയമായിട്ട് ഇപ്പൊ CPM ആരോപിക്കുന്ന ഇതാണ്, TG മോഹൻദാസിനെ അതല്ലെങ്കിൽ RSS അനുകൂലി ആയതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ കാര്യമായിട്ട് ജാമ്യം ലഭിക്കുന്ന രീതിയിലുള്ള ഇതാക്കി, എന്താ പറയും, അത് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് RSS-ന് വേണ്ടി ചെയ്തു എന്ന്. പക്ഷെ അങ്ങനെ ആകുമ്പോഴും ചിന്തിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഏതൊക്കെ RSS-കാരെയാണ് പോലീസുകാർ പോയി കണ്ടതും RSS-കാരെ തൊടാൻ പോലും കഴിയാതിരുന്ന, അല്ലെങ്കിൽ RSS-കാർ എന്ത് ചെയ്താലും പിണറായി വിജയൻ അടക്കമുള്ള, അല്ലെങ്കിൽ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാൻ പോലും പറയാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. RSS-കാർ നിയന്ത്രിച്ചിരുന്ന കേരള പോലീസ് എന്ന് പോലും വിശേഷിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിയിരുന്ന കേരള പോലീസിൽ നിന്ന് ഒരു RSS-കാരനെ അറസ്റ്റ് ചെയ്യാനുള്ള ആർജവം കാണിച്ചിട്ടുണ്ടെങ്കിൽ കേരള പോലീസിൽ ചെറിയ തോതിലെങ്കിലും മാറ്റങ്ങൾ വന്നു, അല്ലെങ്കിൽ മാറ്റങ്ങൾ തുടങ്ങിയെന്ന് തന്നെ പറയേണ്ടി വരും. മറുവശത്ത് ഇനിയിപ്പോ TG മോഹൻദാസുമായി ബന്ധപ്പെട്ട് എത്ര വലിയ പരാതി കൊടുത്താലും, അല്ലെങ്കിൽ നമുക്കറിയാം ഇനിയും പുറത്തിറങ്ങിയതിനു ശേഷം വീണ്ടും ഒരു അധിക്ഷേപം നടത്തുകയാണെങ്കിൽ, ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇന്നോ നാളെ അദ്ദേഹം വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ അത്തരം ഒരു പരാമർശം നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ പിടിച്ചകത്തിടാം, ജാമ്യമില്ലാത്ത അദ്ദേഹത്തിന് അകത്ത് കിടക്കാം. അല്ലാതെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതിന്റെ പേരിൽ ഈ പറയുന്നത് പോലെ എത്ര കേസുകൾ കൊടുത്താലും, അർജുൻ ആയങ്കിയുടെ വിഷയം മറ്റൊന്നാണ്. അദ്ദേഹത്തിന് ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അദ്ദേഹം സേനയെ ഉൾപ്പെടെ വലിയ രീതിയിൽ, അദ്ദേഹം ഒളിവിലായിരുന്നു, സേനയെ ഉൾപ്പെടെ വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ, വെല്ലുവിളിക്കുന്ന രീതിയിൽ. ഇദ്ദേഹത്തിന്റെ കേസ് അങ്ങനെയൊന്നുമല്ല. പിന്നെ രാഷ്ട്രീയമായി നോക്കുമ്പോൾ RSS പോലും തള്ളി അദ്ദേഹത്തിന്. ഇപ്പൊ രണ്ടുപേരുടെ കാര്യം എടുത്താലും, അർജുൻ ആയങ്കി CPM-കാരനാണെന്ന് CPM-കാർ പറയുന്നില്ല, CPM-കാർ തള്ളിയിട്ടുണ്ട്. അതേ അവസ്ഥയാണ് മോഹൻദാസിനെ RSS-കാരും തള്ളിയിട്ടുണ്ട്. അപ്പൊ ഇതിന് രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട ആവശ്യമില്ല. കാര്യം രണ്ടു കൂട്ടരും തള്ളിയ കേസാണ്. ഇപ്പൊ രണ്ടു കൂട്ടരും ചേർത്ത് പിടിക്കുകയാണ്. അർജുൻ ആയങ്കി ഞങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുകയും RSS-കാർ പറയണം എന്ത് വന്നാലും മോഹൻദാസിനൊപ്പം ഞങ്ങൾ നിലപാട് ഉറപ്പിച്ച് നിൽക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഈ പ്രതിപക്ഷം പറയുന്നതിന് അത്ര ന്യായമുണ്ട്. കാര്യം അവർക്കൊപ്പം ഇത് രണ്ടു കൂട്ടരും തള്ളിയിട്ട് BJP ആണ് ഇപ്പൊ അദ്ദേഹത്തിന് ഒരു പിന്തുണ നൽകിയിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാത്തിനും അപ്പുറം ഇപ്പം ഏത് പാർട്ടി ആയാലും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, സംസാരിക്കുമ്പോൾ ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. സ്ത്രീത്വത്തെയൊക്കെ അപമാനിക്കുമ്പോൾ പാർട്ടി പറഞ്ഞു തിരുത്തേണ്ടതാണ്. അതിപ്പോ ഏത് പാർട്ടിയിലായാലും ഏത് മുന്നണിയിലായാലും തിരുത്തലുകൾ വരുത്തേണ്ടതാണ്, അല്ലാതെ അതിനെ പിന്തുണയ്ക്കുകയല്ല വേണ്ടത്.